RSSുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മതേതര മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മാധ്യമവും ഈ ഒരു വാർത്ത കൊടുത്തിട്ടേയില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഈ ഒരു വിഷയം വാർത്തയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമം, നിങ്ങളൊക്കെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് പോവാം. 1965 നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ട് വലിയ യുദ്ധം നടക്കുകയാണ്. അസൽ ഉത്തർ യുദ്ധം, വലിയ ടാങ്ക് യുദ്ധമാണ് നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ട്. പാകിസ്ഥാന്റെ 8 ടാങ്കുകൾ തകർത്തുകൊണ്ട് 9ാമത്തത് തകർക്കാൻ പോകുന്ന പരംവീർ ചക്ര ഹവിൽദാർ അബ്ദുൽ ഹമീദ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചു. തൻ്റെ 32ാം വയസ്സിലാണ് വീരമൃത്യു അബ്ദുൽ ഹമീദ് വരിച്ചിട്ടുള്ളത്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സകലതും തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ടുള്ള നമ്മുടെ വീര ബലിദാനി, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഒരു ദിവസത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പുസ്തക പ്രകാശന ചടങ്ങുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാ എത്തിയിട്ടുള്ളത്? സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്. ഈ ഒരു ഇദ്ദേഹം ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ആ പ്രതിമക്ക്, വീരബലിദാനി അബ്ദുൽ ഹമീദിൻ്റെ പ്രതിമക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അദ്ദേഹം വളരെ പ്രാധാന്യത്തോട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ ഞാനൊന്ന് പച്ച മലയാളത്തിൽ വായിച്ചു കേൾപ്പിക്കാം. ലോകമാകെ വലിയ പ്രതീക്ഷകളോടെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. സശക്തവും വികസിതവുമായ ഭാരതത്തിൻ്റെ മുന്നേറ്റത്തിന് നമ്മുടെ മാതൃഭൂമിയുടെ പുരാതനവും സമ്പന്നവുമായ സംസ്കാരത്തിൽ നിന്നും പൂർവീകരുടെ ആദർശങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണം. ഒരു വ്യക്തിയുടെ ജീവിതം, കുടുംബം, സമൂഹം, ഗ്രാമം എന്നിവയ്ക്കായി സമർപ്പിക്കുക വഴിയാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളിയാകുന്നത് എന്ന് മോഹൻ ഭഗവത് ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. ഈ ഒരു വാർത്ത RSSനെ സംബന്ധിച്ച് വലിയ സംഭവമാണ് അല്ല, പക്ഷെ കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. RSSനെ സംബന്ധിച്ച് വലിയ വിഷയമല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവന് ആര് ബലി നൽകിയോ, അല്ലെങ്കിൽ ആര് രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്നോ അവരോട് എക്കാലഘട്ടത്തിനും RSSന് ബഹുമാനം തന്നെയാണ്. അതേതു മതമെന്നൊന്നുമില്ല, ആര് തന്നെ ആയാൽ. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ച് ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വാർത്തയും ആരും അറിയാതെ പോവുമായിരുന്നു. ഒരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള അബ്ദുൽ ഹമീദിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ മോഹൻ ഭഗവത് തന്നെ പോയിട്ട് പുഷ്പാർച്ചന നടത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം പ്രാധാന്യത്തിലാണ് RSS രാജ്യത്തോട് കൂറു പുലർത്തുന്നവരോട് നീതി പുലർത്തുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ അത്ഭുതമായിരിക്കും. കാരണം ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുകയില്ല. ഈ ഒരു വാർത്ത തന്നെ ആരും അറിയില്ലായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്തയില്ല. എനിക്ക് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് പറയാനുള്ളത്, RSS ഒന്നും ഒരിക്കലും ഒരു മുസൽമാനും എതിരല്ല. അവരൊക്കെ എക്കാലഘട്ടത്തിലും തീവ്രവാദത്തിനോടും രാജ്യദ്രോഹികളോടും മാത്രമേ എതിരുള്ളൂ. രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സകല ആളുകൾ, അത് മുസൽമാൻ എന്നൊന്നുമില്ല, രാജ്യത്തെ സകല ആളുകൾക്കുമൊപ്പമാണ് RSS. ആ RSS രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരുടെ കാവൽക്കാരാണ് എന്ന് തന്നെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ എന്താ കൊടുക്കാത്തത്? പരംവീർ ചക്ര അബ്ദുൽ ഹമീദിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതാണ് എന്ന് പറയാൻ എന്തേ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു മടി?
എനിക്ക് സകല ആളുകളോടും പറയാനുള്ളത്, സകല സാധാരണക്കാരിലേക്കും ഈ ഒരു വാർത്ത പരമാവധി എത്തിക്കണം. ഇവിടെ മാധ്യമങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് RSS എന്ന് അജണ്ടയുടെ ഭാഗമായിട്ട് നിരന്തരം വാർത്ത കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ഒരു വീഡിയോ ഒക്കെ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യണം. RSS എന്താണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു ചരമവാർഷിക ദിനത്തിലൊക്കെ, ജന്മവാർഷിക ദിനത്തിലൊക്കെ ഇതുപോലൊരു പ്രസംഗം നടത്തിയതും ആ ഒരു സ്ഥലത്തേക്ക് പുഷ്പാർച്ചന നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് സംഘചാലക് മോഹൻ ഭഗവത് തന്നെ നേരിട്ട് എത്തിയതിനെ കുറിച്ചൊക്കെ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ആളുകൾ ഇത് അറിഞ്ഞിരിക്കണം. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക.